കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ ടെൻഷൻ അകറ്റാൻ വേണ്ടി സുധീഷ് 4 ജോത്സ്യരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് 4 പേർക്കും സുഭാഷ് ഏട്ടൻ്റെ ജാതകം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നോക്കിയതിന് ശേഷം അവർ 4 പേരും ഒരേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. സുഭാഷ് ഏട്ടൻ്റെ ജാതകത്തിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ജാതകമാണ്. ഈ കുടുംബം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിലനിന്നു പോകുന്നത് ഈ ജാതകക്കാരൻ ഉള്ളതുകൊണ്ടാണെന്നും അവർ പറയുന്നുണ്ട്. പിന്നീട് 4 പേരും ഒരുപോലെ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്, അവരുടെ കുലദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണമെന്ന്. അവരുടെ കുലദൈവ കോവിലിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ജോത്സ്യരെല്ലാം വീട്ടിൽ നിന്ന് പോയതിനു ശേഷം സുധീഷ് സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, ടെൻഷനെല്ലാം മാറിയോ? ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പുഞ്ചിരിയോട് കൂടി പറയുന്നുണ്ട്, ഇവർ ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് അല്പം ആശ്വാസമായത്. ഇനി എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ് സുഭാഷ് ഏട്ടൻ്റെ മുഖത്തെ ഈ സന്തോഷം കാണുമ്പോൾ. എന്നാൽ നിധി സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷേ, അവർ 4 പേരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, കുലദൈവ കോവിലിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ 4 പേരും പരസ്പരം നോക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് നിധിക്ക് അത്ഭുതം തോന്നുവാണ്. എന്ത്, നിങ്ങളുടെ കുലദൈവ കോവിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്താ സുഭാഷ് ഏട്ടാ ഇത്, അച്ഛൻ ഒരിക്കലും നിങ്ങളെ എവിടെ കൊണ്ടുപോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞങ്ങൾ 4 പേരും അവിടെ പോയിട്ടില്ല. ഇനി അച്ഛനെങ്ങാനും ഞങ്ങളെ കൂട്ടാതെ പോയിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ സുഭാഷ് ഏട്ടൻ അച്ഛനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്താടാ സുഭാഷ് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുവാണ്. അല്ല അച്ഛാ, ഈ നമ്മുടെ കുലദൈവ കോവിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്താടാ നീ ഈ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇന്നേ വരെ അവിടെ പോയിട്ടുമില്ല. അറിയാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സുഭാഷ് ഏട്ടൻ നികേഷിനെയും കൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായി പുറത്തേക്ക് ഇറങ്ങുവാണ്. പോകുന്ന വഴിയിൽ എല്ലാവരും സുഭാഷ് ഏട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് നികേഷ് പറയുന്നുണ്ട്, കണ്ടോ സുഭാഷ് ഏട്ടാ, എല്ലാവരെയും സുഭാഷ് ഏട്ടനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സുഭാഷ് ഏട്ടനെ കാണാത്ത വിവരം എല്ലാവരും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതിനെന്താടാ, ഈ നോട്ടവും ഒളിഞ്ഞു നിന്നുള്ള സംസാരവും ഒക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല, നീ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുവാണ്. അപ്പോഴാണ് അവിടെ നിന്നും വല്യച്ഛൻ വരുന്നത് കണ്ടത്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ദേ വല്യച്ഛൻ വരുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടനെ കാണാത്ത സമയത്ത് അവർ വീട്ടിലേക്ക് വന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, ആ നീ പറഞ്ഞത് ശരി തന്നെ, എന്തായാലും അവരുടെ അടുത്ത് ഞാനൊന്ന് സംസാരിക്കട്ടെ. നമ്മളെ കാണുന്ന സമയത്ത് വലിയ സംസാരവും സ്നേഹവും ഒന്നും ഇല്ലെങ്കിലും എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് അന്വേഷിക്കാനായി വീട്ടിലേക്ക് വന്നില്ലേ, അത് സ്നേഹം കൊണ്ട് തന്നെയല്ലേ എന്ന് പറയുകയാണ്. എന്നാൽ വല്യച്ഛൻ അവരുടെ അടുത്തു കൂടി പോവുകയാണെങ്കിലും അവരുടെ ഒന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ല, ഒന്ന് നോക്കു പോലും ചെയ്യുന്നില്ല, കാണാത്ത മട്ടിലങ്ങ് നടന്നു പോവുകയാണ്. പെട്ടെന്ന് സുഭാഷ് അവിടെ നിൽക്കുകയാണ്, വലിച്ചനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ട് നികേഷ് പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്, ഇവർ 2 പേരും നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ചതല്ലേ, ആങ്ങളെയും പെങ്ങളും കൂടെ, എന്നിട്ട് എന്താ ഇപ്പം സുഭാഷ് ഏട്ടനെ കണ്ടിട്ടും കാണാത്ത മട്ടിലെങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വല്യച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിറകെ ഓടുകയാണ് സുഭാഷ് ഏട്ടൻ. അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സുഭാഷ് ചെന്ന് സംസാരിക്കുകയാണ്, അത് എന്നെ കാണാനില്ല എന്നറിഞ്ഞതും വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞു, ഞാൻ അവിടെ നിന്നും പോയത് ആ ജോത്സ്യൻ പറഞ്ഞത് കേട്ടിട്ടാണ്, ആ ഒരു ടെൻഷൻ കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയുകയാണ്. എന്നാൽ ഇത് കേൾക്കാതെ പെട്ടെന്ന് അദ്ദേഹം നടന്ന് നീങ്ങുന്നുണ്ട്. ഇത് കണ്ട് പിന്നീട് വീണ്ടും സുഭാഷ് ഏട്ടൻ പിറകെ ചെന്ന് പറയുന്നുണ്ട്, ജോത്സ്യൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുലദൈവ കോവിലിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ, അത് നമ്മുടെ കുടുംബത്തിന് നല്ലത് മാത്രമേ വരുത്തൂ എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് അത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അറിയില്ലെന്ന് പറഞ്ഞു. വല്യച്ഛൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അല്ല, നിന്നെ കാണാതില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്, അത് നിന്നോട് ആ വീട്ടിലുള്ള നിന്നോട് മാത്രം ഞങ്ങൾക്ക് കുറച്ചൊരു സഹതാപമുണ്ട്, അതുകൊണ്ട് വന്നതാണ്. പക്ഷെ നീ എന്ത് വിചാരിച്ചു, നിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ സ്നേഹത്തോടു കൂടി ഇനി അങ്ങോട്ടുള്ള കാലം ജീവിക്കാൻ പോകുന്നു എന്നാണോ നീ വിചാരിച്ചത്? അതൊരിക്കലും നടക്കില്ലടാ.
നമ്മുടെ കുലദൈവ കോവിൽ എവിടെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കണ്ട് നികേഷ് സുഭാഷേട്ടനോട് പറയുന്നുണ്ട്, എന്തിനാ സുഭാഷേട്ട അവരോടൊക്കെ സംസാരിക്കാൻ പോയത്, കേട്ടില്ലേ അവരുടെ സംസാരം എന്ന് പറയുമ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എടാ നികേഷേ, നമുക്കവിടെ നമ്മുടെ കുലദൈവ കോവിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ ഉണ്ട് എന്നെങ്കിൽ നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റും. വാ, അവർ പറഞ്ഞില്ലെങ്കിൽ എന്താ, നമ്മളത് അറിഞ്ഞിരിക്കും ഒരു സമയത്തെന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതും സുഭാഷേട്ടൻ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ചാന്ദിനിയും സഹോദരനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ചാന്ദിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് കണ്ട് സുഭാഷേട്ടൻ കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൻ പറയുന്നുണ്ട്, അതെ, നാട്ടിലുള്ളവർ എൻ്റെ പെങ്ങളോട് അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറയുന്നത്. അവളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ അമ്മാവൻ്റെ മകനുമായി. എന്നാൽ അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. ആ പയ്യനാണെങ്കിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെയായും നടക്കുന്ന ഒരു പയ്യനാണ്. അവനിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവൾ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആളത്ര ശരിയല്ല. ഇവൾക്ക് ആ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അവൻ ഇങ്ങോട്ടും തിരഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അതാണോ പ്രശ്നം ചാന്ദിനി, നീ കരയാതിരിക്കേ, ഇതാണോ ഇന്ന് രാവിലെ നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നാൽ എനിക്കൊന്നും മനസ്സിലായില്ല, നീ ഇത്രയും ടെൻഷനിലാണ് നിൽക്കുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സോറി എന്ന് പറയുവാണ്. പിന്നീട് ഭായിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഈ സൈറ്റിൽ നിന്നും വേറൊരു സൈറ്റിലേക്ക് മാറി നിൽക്ക്. നിൻ്റെ പെങ്ങൾ ചാന്ദിനി എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ. അവൻ അന്വേഷിച്ചു വരുമ്പോൾ നിൻ്റെ അടുത്ത് അവളില്ലെന്നറിയും. പിന്നെ എൻ്റെ വീട്ടിലാണ് ചാന്ദിനി നിൽക്കുന്നതെന്ന് അവന് അറിയാനും കഴിയില്ല. അങ്ങനെ തിരിച്ചു പോയിക്കൊള്ളും എന്ന് പറയുമ്പോൾ ബായി ആലോചിച്ച് നിൽക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ട് ചാന്ദിനി പറയുന്നുണ്ട്, ചേട്ടാ ദയവ് ചെയ്ത് ഇതിന് സമ്മതിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചാന്ദിനിയുടെ വിഷമം കണ്ട് അവളുടെ സഹോദരൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക്. അങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്ത സമയത്ത് അവൻ നിങ്ങളെ തിരഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും തിരിച്ചു പോയിക്കൊള്ളും. ഇവിടെ താമസിക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബായി പറയുന്നുണ്ട്, ഇല്ല, അവനിവിടെ നിൽക്കത്തൊന്നുമില്ല. ഒരു ദിവസം എങ്ങാനും അന്വേഷിച്ചിട്ട് അവൻ കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകുമായിരിക്കും എന്ന് പറയുവാണ്. എന്നാൽ ശരി, ചാന്ദിനിയോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. സുഭാഷേട്ടൻ്റെ വീട്ടിൽ നീ താമസിക്കണം, ഞാൻ പുറത്ത് സൈറ്റിലുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചാന്ദിനി കൈകൂപ്പിക്കൊണ്ട് സുഭാഷേട്ടനോട് പറയുന്നുണ്ട്, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഈ ഒരു സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുവാണ്. അങ്ങനെ ഭായിയും ചാന്ദിനിയും കൂടി അവിടെ നിന്നും നേരെ ചാന്ദിനിയുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കിളിക്കൂട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ നിധി എല്ലാവർക്കുമുള്ള ചോറ് വിളമ്പാനായിട്ട് നിൽക്കുവാണ്. പുറത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ട് നിധി പുറത്തേക്ക് നോക്കുന്നുണ്ട്. ആ ഭായിയാണല്ലോ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചാന്ദിനി ബാഗുമായി അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ഹരീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എടാ ഇതെന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ലെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധി അവരോട് ഇരിക്കാനായി പറയുന്നുണ്ട്. എന്നാൽ ഭായ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനിയത്തിയെ ചാന്ദിനി ഇവിടെ നിർത്താനായി വന്നതാണ്. സുഭാഷ് ഏട്ടൻ പറഞ്ഞു ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഭായ് പറയുന്നുണ്ട്, അല്ല, ഞങ്ങളുടെ നാട്ടിലാണ്. ഇവളുടെ ഒരു മുറച്ചെറുക്കനുണ്ട്, അവൻ ഇവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്ന് ഇവളെ പിടിച്ചുകൊണ്ട് പോകുമെന്നൊരു പേടിയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ പെട്ടെന്ന് സുധീഷിൻ്റെ ഫോൺ റിങ്ങുകയാണ്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്തിന് സുഭാഷ് ഏട്ടനാണ്. ശരി, സുഭാഷ് ഏട്ടനാണ് വിളിക്കുന്നത്, ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, സുധീഷ്, ഞാൻ നമ്മുടെ ഭായിയോട് അവൻ്റെ പെങ്ങളെ ചാന്ദിനിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, അവളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അതിനെന്താ സുഭാഷ് ഏട്ടാ, എത്ര വേണമെങ്കിലും അവളിവിടെ നിൽക്കട്ടെ, സേഫ് അല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, അവൾ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ്.